നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ലാണ് ആ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനം. റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ, ടെലികോം ടവറുകൾ എന്നിവയുടെ വികസനത്തിന് വൻതോതിലുള്ള നിക്ഷേപം ആവശ്യമാണ്. സാധാരണയായി ഇത്തരം വലിയ പദ്ധതികളിൽ നിക്ഷേപം നടത്താൻ വൻകിട കമ്പനികൾക്കോ സർക്കാരിനോ മാത്രമേ സാധിക്കാറുള്ളൂ. എന്നാൽ സാധാരണക്കാരായ നിക്ഷേപകർക്കും ഇത്തരം വൻകിട പദ്ധതികളുടെ ഭാഗമാകാനും ഇതിൽ നിന്ന് ലാഭം കൊയ്യാനും അവസരമൊരുക്കുന്ന സംവിധാനമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് അഥവാ ഇൻവിറ്റ്. മ്യൂച്വൽ ഫണ്ടുകൾക്ക് സമാനമായി നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിക്കുകയും ആ തുക റോഡുകൾ, ഹൈവേകൾ, പവർ പ്ലാന്റുകൾ, വെയർഹൌസുകൾ തുടങ്ങിയ ലാഭകരമായ പ്രൊജക്ടുകൾ നിക്ഷേപിക്കുകയുമാണ് ഇവ ചെയ്യുന്നത്. പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് മാനേജർമാരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ ട്രസ്റ്റുകൾ പദ്ധതികളിൽ നിന്നുള്ള ലാഭം ഡിവിഡൻഡായി നിക്ഷേപകർക്ക് നൽകുന്നു. ഇതിലൂടെ സ്ഥിര വരുമാനവും ദീർഘകാലാടിസ്ഥാനത്തിൽ മൂലധന വളർച്ചയും ഉറപ്പാക്കാം. പ്രധാനമായും രണ്ട് തരം ഇൻവിറ്റുകളാണുള്ളത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ സാധാരണ ഓഹരികൾ പോലെ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ലിസ്റ്റ് ചെയ്തവയും വൻകിട സ്ഥാപന നിക്ഷേപകർക്ക് മാത്രം ലഭ്യമായ ലിസ്റ്റ് ചെയ്യാത്തവയും. ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിന്റെ പ്രവർത്തനം പ്രധാനമായും 5 വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ സ്ഥാപകരായ സ്പോൺസർമാർ, ആസ്തികൾ വാങ്ങുകയും നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് മാനേജർമാർ, പദ്ധതികളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന പ്രൊജക്ട് മാനേജർമാർ എന്നിവർ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നിക്ഷേപകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആസ്തികൾ കൈവശം വെക്കുന്നത് ട്രസ്റ്റികളാണ്. ഈ സംവിധാനത്തിൽ നിക്ഷേപം നടത്തുന്ന നിക്ഷേപകർക്ക് തങ്ങളുടെ യൂണിറ്റുകൾ സ്വതന്ത്രമായി വിപണിയിൽ വിൽക്കാനോ വാങ്ങാനോ സാധിക്കും. ട്രസ്റ്റ് അതിന്റെ ആസ്തികൾ നേരിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് വഴിയോ ആണ് കൈവശം വെക്കുന്നത്. ഇത്തരം SPVകളിൽ നിന്ന് സാധാരണയായി ട്രസ്റ്റിന് 100% ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കും. സുതാര്യവും കാര്യക്ഷമവുമായ ഈ ഘടന നിക്ഷേപകർക്ക് വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ എളുപ്പത്തിൽ പങ്കാളികളാകാൻ അവസരം നൽകുന്നു. ഒരു ഇൻവിറ്റിയുടെ സുഗമമായ പ്രവർത്തനത്തിനായി സ്പോൺസർ, ട്രസ്റ്റി, ഇൻവെസ്റ്റ്മെന്റ് മാനേജർ, പ്രൊജക്ട് മാനേജർ എന്നീ 4 വിഭാഗങ്ങൾ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇൻവിറ്റ് രൂപീകരിക്കുകയും തങ്ങളുടെ പക്കലുള്ള ആസ്തികൾ ട്രസ്റ്റിലേക്ക് മാറ്റുകയും ചെയ്യുന്ന സ്പോൺസറാണ് ട്രസ്റ്റിയെ നിയമിക്കുന്നത്. യൂണിറ്റ് ഉടമകളുടെ താൽപര്യങ്ങൾക്കായി ആസ്തികൾ സംരക്ഷിക്കുകയും ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നിയമവിധേയമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് ട്രസ്റ്റിയുടെ ചുമതല. ഇൻവെസ്റ്റ്മെന്റ് മാനേജർമാർ ട്രസ്റ്റിന്റെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുകയും യൂണിറ്റുകൾ പുറത്തിറക്കുന്നതിനും ലാഭവിഹിതം വിതരണം ചെയ്യുന്നതിനും നിക്ഷേപകരുടെ പരാതികൾ പരിഹരിക്കുന്നതിനും നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അതേസമയം ഇൻഫ്രാസ്ട്രക്ചർ ആസ്തികളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും അവയുടെ കൃത്യമായ പരിപാലനത്തിനും ഉത്തരവാദിത്തപ്പെട്ടവർ പ്രൊജക്ട് മാനേജർമാരാണ്. ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് നിക്ഷേപകർക്ക് സുതാര്യമായ സേവനം ഉറപ്പാക്കുന്നത്. ഇൻവിറ്റുകളിലെ പണമിടപാട് രീതി പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് പൂർത്തിയാകുന്നത്. ആദ്യഘട്ടത്തിൽ നിക്ഷേപകർ യൂണിറ്റുകൾ വാങ്ങുന്നതിലൂടെ ലഭ്യമാകുന്ന തുക ഇൻവിറ്റ് വിവിധ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൽ ഇക്വിറ്റിയായോ കടമായോ നിക്ഷേപിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ ഈ പദ്ധതികളിൽ നിന്നുള്ള വരുമാനം ഡിവിഡൻഡ്, പലിശ, മൂലധന തിരിച്ചടവ് എന്നീ രൂപങ്ങളിൽ SPVകളിൽ നിന്ന് ട്രസ്റ്റിലേക്ക് തിരികെ നൽകുന്നു. അവസാന ഘട്ടത്തിൽ ഇത്തരത്തിൽ ലഭിക്കുന്ന ആകെ വരുമാനം കൃത്യമായി തരംതിരിച്ച് ലാഭവിഹിതമായി നിക്ഷേപകർക്ക് വിതരണം ചെയ്യുന്നു. പദ്ധതികളിൽ നിന്നുള്ള ലാഭം SPVകൾ വഴി ട്രസ്റ്റിലേക്കും അവിടെ നിന്ന് സുതാര്യമായി യൂണിറ്റ് ഉടമകളിലേക്കും എത്തുന്ന ഒരു ചക്രമാണിത്. ഇൻവിറ്റുകൾക്ക് എവിടെയൊക്കെ നിക്ഷേപം നടത്താം. സെബിയുടെ നിബന്ധനകൾ പ്രകാരം ഒരു പബ്ലിക് ഇൻവിറ്റ് അതിന്റെ ആകെ മൂല്യത്തിന്റെ കുറഞ്ഞത് 80% പണി പൂർത്തിയായതും വരുമാനം ലഭിച്ചു തുടങ്ങിയതുമായ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ നിക്ഷേപിച്ചിരിക്കണം. ബാക്കിയുള്ള 20% തുക നിർമ്മാണത്തിലിരിക്കുന്ന പദ്ധതികളിലോ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളുടെ കടപ്പത്രങ്ങളിലോ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികളിലോ നിക്ഷേപിക്കാവുന്നതാണ്. കൂടാതെ സർക്കാർ സെക്യൂരിറ്റികൾ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകൾ എന്നിവയിലും നിക്ഷേപം നടത്താൻ അനുവാദമുണ്ട്. എന്നാൽ പ്രൈവറ്റ് ഇൻവിറ്റുകൾക്ക് ഇത്തരം കർശനമായ അനുപാതങ്ങളില്ലാതെ തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിർമ്മാണത്തിലിരിക്കുന്നതോ പൂർത്തിയായതോ ആയ പദ്ധതികളിൽ നിക്ഷേപം നടത്താം. നിക്ഷേപകരുടെ സുരക്ഷ മുൻനിർത്തി പബ്ലിക് ഇൻവിറ്റുകളിലെ ഭൂരിഭാഗം നിക്ഷേപവും വരുമാനം ഉറപ്പുള്ള പദ്ധതികൾ തന്നെയാണെന്ന് ഈ നിയമങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. ഇൻവിറ്റുകളുടെ പ്രധാന സവിശേഷതകൾ നോക്കാം. നിക്ഷേപകർക്ക് സുരക്ഷിതവും സുതാര്യവുമായ വരുമാനം ഉറപ്പാക്കുന്ന നിരവധി സവിശേഷതകൾ ഇൻവിറ്റുകൾക്കുണ്ട്. ഒരു ട്രസ്റ്റിന്റെ ആകെ മൂല്യത്തിന്റെ 80%-ലധികം വരുമാനം ലഭിച്ചു തുടങ്ങിയ പദ്ധതികൾ നിക്ഷേപിക്കണമെന്നും ലഭിക്കുന്ന അറ്റ വരുമാനത്തിന്റെ 90% യൂണിറ്റ് ഉടമകൾക്ക് ലാഭവിഹിതമായി
നൽകണമെന്നും നിർബന്ധമുണ്ട്. ട്രസ്റ്റ് തലത്തിൽ നികുതി നൽകേണ്ടതില്ലാത്ത പാസ് ത്രൂ സംവിധാനവും നിശ്ചിത പരിധിയിൽ മാത്രം കടമെടുക്കാനുള്ള അനുവാദവും ഇതിന്റെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കുന്നുണ്ട്. 50% സ്വതന്ത്ര ഡയറക്ടർമാർ ഉൾപ്പെടുന്ന ശക്തമായ കോർപ്പറേറ്റ് ഗവേണൻസും സ്വതന്ത്രരായ വാല്യൂവർമാരുടെ സേവനവും ഇതിന്റെ സുതാര്യത ഉറപ്പാക്കുന്നു. കൂടാതെ പ്രധാനപ്പെട്ട ആസ്തികൾ വാങ്ങുന്നതിനും മാനേജർമാരെ നിയമിക്കുന്നതിനും വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകിക്കൊണ്ട് നിക്ഷേപകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നു. ഇൻവെറ്റുകളിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ നോക്കാം. അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്കും നിക്ഷേപകർക്കും ഒരുപോലെ ഗുണകരമായ ഒരു സംവിധാനമാണ് ഇൻവിറ്റ്. നിലവിലുള്ള പദ്ധതികൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ധനസമാഹരണം ഉറപ്പാക്കുന്നതിനോടൊപ്പം വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ മൂലധനം പുതിയ പദ്ധതികളിൽ പുനർനിക്ഷേപം നടത്താൻ ഇതുവഴി വഴിയൊരുക്കുന്നു. ഇൻഷുറൻസ്, പെൻഷൻ ഫണ്ടുകൾ എന്നിവയെ ആകർഷിക്കുന്ന തരത്തിലുള്ള കുറഞ്ഞ റിസ്ക് സാധ്യതകളാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. സാധാരണക്കാരായ ചെറുകിട നിക്ഷേപകർക്ക് വൻകിട ഇൻഫ്രാസ്ട്രക്ചർ ആസ്തികളിൽ ഉടമസ്ഥാവകാശം നേടാനും ഉയർന്ന നിലവാരമുള്ള മാനേജ്മെന്റിന് കീഴിൽ മികച്ച ആദായവും വളർച്ചയും സ്വന്തമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ആർക്കൊക്കെ ഇൻവിറ്റുകളിൽ നിക്ഷേപിക്കാം? സ്വദേശികളോ വിദേശികളോ ആയ ഏതൊരു നിക്ഷേപകനും ഇന്ത്യയിലെ ഇൻവിറ്റുകളിൽ നിക്ഷേപം നടത്താൻ സാധിക്കും. സാധാരണക്കാരായ ചെറുകിട നിക്ഷേപകർക്കും വൻകിട സ്ഥാപന നിക്ഷേപകർക്കും ഒരുപോലെ ലഭ്യമായ ഈ സംവിധാനത്തിൽ നിലവിലെ നിയമപരിഷ്കാര പ്രകാരം 10,000 രൂപ മുതൽ 15,000 രൂപ വരെയുള്ള കുറഞ്ഞ തുകയിൽ നിക്ഷേപം ആരംഭിക്കാവുന്നതാണ്. സാധാരണ ഓഹരികൾ വാങ്ങുന്നത് പോലെ തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വഴി എളുപ്പത്തിൽ ഈ യൂണിറ്റുകൾ സ്വന്തമാക്കാം. ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിൽ നിന്നുള്ള ലാഭവിഹിതമോ വിലയിലുണ്ടാകുന്ന വർധനവോ ആഗ്രഹിക്കുന്നവർക്കും തങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് മികച്ചൊരു ഓപ്ഷനാണ്. ചുരുക്കത്തിൽ വളരെ കുറഞ്ഞ തുകയിൽ സാധാരണക്കാർക്ക് കൂടി രാജ്യത്തെ വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ പങ്കാളികളാകാൻ കഴിയുന്ന രീതിയിലാണ് നിലവിൽ ഇൻവിറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇൻവിറ്റ് യൂണിറ്റുകൾ എങ്ങനെ സ്വന്തമാക്കാം? നിക്ഷേപകർക്ക് പ്രധാനമായും 2 വഴികളിലൂടെ ഇൻവിറ്റ് യൂണിറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും. ഒരു ട്രസ്റ്റ് ആദ്യമായി വിപണിയിൽ ഇറക്കുന്ന സമയത്ത് IPO വഴിയോ തുടർന്നുള്ള യൂണിറ്റ് വിതരണ വേളയിൽ FPO വഴിയോ ഇവയ്ക്കായി അപേക്ഷിക്കാം. യൂണിറ്റുകൾ വിപണിയിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഓഹരികൾ വാങ്ങുന്നത് പോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നും നേരിട്ട് ഇവ വാങ്ങാവുന്നതാണ്. പബ്ലിക് ഇഷ്യൂകളിൽ അപേക്ഷിക്കുമ്പോൾ ബുക്ക് ബിൽഡിംഗ് രീതിയിലൂടെയാണ് യൂണിറ്റുകളുടെ വില നിശ്ചയിക്കുന്നത്. നിക്ഷേപകർ നിർബന്ധമായും ബാങ്ക് അക്കൗണ്ടിലെ തുക ബ്ലോക്ക് ചെയ്യുന്ന ആസ്ബ രീതി മുഖേന മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. കൂടാതെ വ്യക്തിഗത നിക്ഷേപകർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള അപേക്ഷകൾ UPI വഴി സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. ചുരുക്കത്തിൽ ഓഹരി വിപണിയിലെ നിക്ഷേപത്തിന് സമാനമായ സുതാര്യമായ പ്രക്രിയയിലൂടെ ആർക്കും ഇൻവിറ്റ് യൂണിറ്റുകൾ കൈവശം വെക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ഇൻവിറ്റ് യൂണിറ്റുകളുടെ ഉടമസ്ഥാവകാശങ്ങൾ എന്നുകൂടെ നോക്കാം. ഒരു ഇൻവിറ്റിൽ നിക്ഷേപം നടത്തുന്ന യൂണിറ്റ് ഉടമകൾക്ക് തങ്ങളുടെ നിക്ഷേപത്തിന്മേൽ വ്യക്തമായ അവകാശവും അധികാരവുമുണ്ട്. ട്രസ്റ്റ് നടത്തുന്ന ക്യാഷ് ഡിസ്ട്രിബ്യൂഷനിലൂടെ ലാഭവിഹിതം ലഭിക്കാനുള്ള അവകാശമാണ് ഇതിൽ പ്രധാനം. കൂടാതെ പ്രധാനപ്പെട്ട ബിസിനസ് തീരുമാനങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഇവർക്കുണ്ട്. പുതിയ ആസ്തികൾ വാങ്ങുന്നതിനും കടമെടുക്കുന്നതിനും പുറമെ ഇൻവെസ്റ്റ്മെന്റ് മാനേജറെയോ സ്പോൺസറെയോ നിയമിക്കുന്നതിലും മാറ്റുന്നതിലും യൂണിറ്റ് ഉടമകളുടെ തീരുമാനം നിർണായകമാണ്. ഇത്തരം മാറ്റങ്ങളിൽ വിയോജിപ്പുള്ളവർക്ക് നിക്ഷേപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള അവസരവും ലഭിക്കുന്നു. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്ന് ഉറപ്പാക്കുന്ന ആനുവൽ റിപ്പോർട്ട്, വാല്യുവേഷൻ റിപ്പോർട്ട് തുടങ്ങിയ രേഖകൾ കൃത്യസമയത്ത് ലഭിക്കാനും നിക്ഷേപകർക്ക് അവകാശമുണ്ട്. ചുരുക്കത്തിൽ ട്രസ്റ്റിന്റെ സുപ്രധാന തീരുമാനങ്ങൾ നേരിട്ട് പങ്കാളിയാവാനും നിക്ഷേപത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും യൂണിറ്റ് ഉടമകൾക്ക് സാധിക്കുന്നു. ഇന്ത്യൻ വിപണിയിൽ നിലവിൽ ലഭ്യമായ ചില പ്രമുഖ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളെ കൂടെ പരിചയപ്പെടാം. ടെലികോം മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആൽറ്റിയസ് ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ്, ഡിജിറ്റൽ ഫൈബർ ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ് എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ഊർജ വൈദ്യുതി മേഖലയിൽ പ്രവർത്തിക്കുന്ന എനർജി ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ്, ഇന്ത്യ ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ് എന്നിവ നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങൾ നൽകുന്നു. റോഡ് ഹൈവേ മേഖലയിൽ ക്യൂബ് ഹൈവേ ട്രസ്റ്റ്, അതോടൊപ്പം തന്നെ IRB ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ് എന്നിവയും സജീവമാണ്. കൂടാതെ ക്യാപിറ്റൽ ഇൻഫ്രാ ട്രസ്റ്റ്, ഇൻഡസ് ഇൻഫ്രാ ട്രസ്റ്റ്, സപ്ലൈ ചെയിൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്റലിജന്റ് സപ്ലൈ ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ ട്രസ്റ്റ് എന്നിവയും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. വൈവിധ്യമാർന്ന ഇൻഫ്രാസ്ട്രക്ചർ ആസ്തികളിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ട്രസ്റ്റുകൾ മികച്ച ഉദാഹരണങ്ങളാണ്. ഇൻവിറ്റുകളിൽ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഏതൊരു നിക്ഷേപകനും ഏതാനും
പ്രധാന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിക്ഷേപകർക്ക് ലഭിക്കുന്ന വരുമാനം പ്രധാനമായും ട്രസ്റ്റിന്റെ കീഴിലുള്ള റോഡുകൾ, പവർ പ്ലാന്റുകൾ തുടങ്ങിയ ആസ്തികളുടെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഈ ആസ്തികളുടെ ഗുണനിലവാരവും വരുമാനത്തിന്റെ സ്ഥിരതയും മുൻകൂട്ടി വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ സുതാര്യത പുലർത്തുന്നതും കൃത്യമായ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതുമായ ട്രസ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും ഉചിതം. സ്ഥിരമായ ലാഭവിഹിതത്തോടൊപ്പം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മൂലധന വളർച്ചയും ലക്ഷ്യമിട്ടുള്ള നിക്ഷേപമാണിത്. അതിനാൽ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് പ്രൊജക്ടുകളെ കുറിച്ചും ട്രസ്റ്റിന്റെ മുൻകാല പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായ പരിശോധനയും പഠനവും നടത്തുന്നത് നിക്ഷേപം നടത്താൻ സഹായിക്കും.